നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ബെറ്റിക്കോട്ടിൻ്റെ തിയറി ക്ലാസ് ആയിരുന്നു. ഇത് അതിൻ്റെ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ നമ്മൾ അളവെടുത്ത് വെച്ചേക്കുന്നതാണ് ഈ കാണുന്നത്. അതിനെ നമ്മൾ തുണിയിലേക്ക് മാർക്ക് ചെയ്യാനുള്ളതിനെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണിത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് പിന്നെ ഷോൾഡറിനെ നമ്മൾ അതിൻ്റെ 2-1 ഭാഗമായിട്ടും ചെസ്റ്റിനെ 4-1 ഭാഗവുമൊക്കെയായി നമ്മൾ തിയറി ക്ലാസ്സിൽ പഠിച്ചതുപോലെ സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് എഴുതി വെച്ചേക്കുന്നതാണിത്. ഇതിൻ്റെ സ്കേർട്ട് പോർഷന് നമ്മൾ 19 ഇഞ്ചും ബോഡി പാർട്ടിന് നമ്മൾ 11 ഇഞ്ചുമാണ് എടുക്കുന്നത്. നമ്മളിവിടെ ആദ്യം ഷോൾഡർ മാർക്ക് ചെയ്തേക്കുന്നു. ഷോൾഡർ എത്രയാണോ അത് തന്നെയാണ് നമ്മൾ ആം ഹോളായിട്ട് മാർക്ക് ചെയ്തു. ആം ഹോള് മാർക്ക് ചെയ്ത് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇതുപോലെ സ്കെയിൽ വെച്ച് യൂസ് ചെയ്യുവാണെങ്കിൽ അതായിരിക്കും എളുപ്പം. അതിനുശേഷം നമ്മൾ ചെസ്റ്റ് അടയാളപ്പെടുത്തണം. ചെസ്റ്റ് നമുക്ക് ഇവിടെ വന്നത് 8.5 ആണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അരയിഞ്ച് ലൂസ് പിന്നെ ഒരു തയ്യൽ തുമ്പ്. അപ്പം ബെറ്റിക്കോട്ടിനാവുമ്പോൾ നമ്മൾ അരയിഞ്ച് ലൂസ് ഞാനിവിടെ എടുക്കുന്നില്ല. നമ്മൾ ലൂസായിട്ടാണല്ലോ ഓൾറെഡി തയ്ക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ബെറ്റിക്കോട്ടിനല്ലാത്ത കേസിൽ നമുക്കത് ചെയ്യേണ്ട കാര്യമില്ല. അതിന് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ആം ഹോള് വരയ്ക്കുകയാണ്. ആം ഹോള് വരയ്ക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഷോൾഡറിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കുക. ആ മിഡ് പോയിൻറ്റിൻ്റെ അവിടേക്കും നമ്മൾ തയ്യൽ തുമ്പിന് മുമ്പുള്ള നമ്മുടെ അളവ് വെച്ച സ്ഥലത്തേക്ക് ഇതുപോലൊരു ഫ്രഞ്ച് കർവ് വെച്ചിട്ട് നമ്മളൊരു ആം ഹോള് വരയ്ക്കുക. അതിലിപ്പോൾ ഫ്രഞ്ച് കർവിന് അധികം പൈസയൊന്നും ഇല്ലാത്തത് 10-30 രൂപയോ കാണുള്ളൂ. അതില്ലെങ്കിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ചെസ്റ്റിൻ്റെ ഷോൾഡറിൻ്റെ ആം ഹോളിൻ്റെ പോർഷനിൽ നിന്ന് ചെസ്റ്റിൻ്റെ അളവിലേക്ക് വരുന്ന ആ താഴത്തെ ഭാഗം ഉണ്ടല്ലോ, അവിടത്തിൻ്റെ പകുതി എത്രയാണോ അത് നേരെ ആ കോണിൻ്റെ അവിടെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ കർവ് വരച്ച് കൊടുത്താൽ മതി. നെക്സ്റ്റ് നമ്മൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഇവിടെ അടയാളപ്പെടുത്തി. തിയറി ക്ലാസ്സിൽ ഞാനിതെല്ലാം പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ആം ഹോള് മാർക്ക് ചെയ്യേണ്ട രീതിയൊക്കെ, ആം ഹോളിൻ്റെ കർവും. ഇവിടെ ഇപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെയും ബാക്ക് നെക്കിൻ്റെയും നമ്മൾ കർവ് വരച്ച് കൊടുക്കണം. നമ്മൾ ഫ്രഞ്ച് കർവ് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അല്ലാതെ നമ്മൾ ചെയ്താലും നമുക്ക് ഒരു കർവ് നല്ല ഭംഗിയായി വൃത്തിയായിട്ട് വരയ്ക്കുക. നമ്മളതിൻ്റെ അളവ് എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് ഞാൻ തിയറി ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഒന്നുകൂടെ ശ്രദ്ധിച്ച് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഇതിൻ്റെ ഷോൾഡറിൽ എത്രയുണ്ടെന്ന് നോക്കുന്നു. അവിടെ നിന്ന് പിന്നെ നമ്മൾ അടുത്ത് നോക്കേണ്ടത് അതിൻ്റെ വേസ്റ്റ് റൗണ്ട് വരെയുള്ള ലെങ്ത്, അതായത് ബോഡി പാർട്ട്. നമ്മുടെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ ബോഡി പാർട്ടാണല്ലോ. അപ്പോൾ ഈ ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് വരേണ്ടത് എവിടെയാണോ അവിടെ വെച്ച് മാർക്ക് ചെയ്യുക. ആ മാർക്ക് ചെയ്തേക്കുന്ന പോർഷനിൽ നമ്മൾ എത്രയാണോ നമ്മുടെ വേസ്റ്റ് റൗണ്ട് അതിൻ്റെ 4-1 വന്നത് അവിടെ, അതിനു മുമ്പ് ഞാൻ ആദ്യമേ പറയാൻ വിട്ടുപോയതായിരുന്നു, നമ്മൾ ഫുൾ ലെങ്ത് മാർക്ക് ചെയ്തതാണ് ഇപ്പോൾ കണ്ടത്. ടോട്ടൽ ലെങ്ത് എത്രയാണോ അതിൻ്റെ കൂട്ടത്തിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പ്, അതായത് മുകളിൽ ഷോൾഡറും കൂട്ടിയടിക്കാൻ ഒരു ഇത് വേണം, പിന്നെ താഴെ സ്കേർട്ട് പാർട്ടുമായിട്ട് ജോയിൻ ചെയ്യാൻ. അപ്പോൾ അതാണ് നമ്മുടെ വേസ്റ്റ് റൗണ്ട് വരുന്നത്. അവിടെ നമ്മൾ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തു. പിന്നെ നമ്മൾ ചെസ്റ്റിൻ്റെയും വേസ്റ്റ് റൗണ്ടിൻ്റെയും കൂടെ ഇടയ്ക്കുള്ളൊരു പോർഷനുണ്ട് മിഡ് വേസ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ബെറ്റിക്കോട്ടിൻ്റെ കേസിലൊന്നും നമുക്കത് വേണ്ട. അല്ലാതെ നമ്മൾ ചുരിദാർ അങ്ങനെയുള്ള മുഴുവൻ പോർഷനിലേക്ക് വരുമ്പോൾ നമുക്കത് ആവശ്യമുണ്ട്. നമ്മളതിൻ്റെ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അതേപ്പറ്റി പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. വേസ്റ്റ് റൗണ്ടും അടയാളപ്പെടുത്തി നമ്മൾ അവിടെ നിന്ന് നേരെ ഒരു കർവ്. ഇപ്പോൾ ഞാനവിടെ മിഡ് വേസ്റ്റ് റൗണ്ടും കൂടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇതൊരു വലിയ ആളുടെ അളവിലുള്ള ഇതായതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് അങ്ങനെ ചെയ്തേക്കുന്നത്, ഞാനീ തയ്ക്കുന്നത്. അതിപ്പോൾ ഇവിടുത്തെ നമ്മുടെ ബെറ്റിക്കോട്ടിൻ്റെ കേസിൽ അത് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തി, ചെസ്റ്റ് അടയാളപ്പെടുത്തി, പിന്നെ വേസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്തിയിട്ട് അതിൻ്റെ തയ്യൽ തുമ്പുകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കുക, നോർമൽ ഇത് തമ്മിൽ കൂട്ടിമുട്ടിക്കുക, എന്നിട്ട് കട്ട് ചെയ്യുക. ഇതിനകത്ത് ഞാൻ നെക്കിൻ്റെ പോർഷൻ കട്ട് ചെയ്തത് വീഡിയോയിൽ കിട്ടിയില്ല കേട്ടോ. അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കട്ട് ചെയ്യേണ്ടത് നമ്മുടെ ബാക്ക് പോർഷനാണ്. അതായത് നമുക്ക് കഴുത്തിൻ്റെ ഇറക്കം കുറവുള്ളത് ഏതാണോ അതാദ്യം നമ്മൾ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ബാക്കി കട്ട് ചെയ്യുന്നത്. പിന്നെ ആ നെക്കിൻ്റെ അവിടെ എക്സ്ട്രാ ആയി കിടക്കുന്ന ഒരു പോർഷൻ എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ഈ കഴുത്തൊക്കെ ഇങ്ങനെ മലച്ച് പോവുക എന്ന് നമ്മൾ പറയത്തില്ലേ, അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ്. അത് ഞാൻ വഴിയെ കാണിച്ചു തരാമേ. ബാക്കി നമ്മൾ അളവെടുത്ത് വരച്ചേക്കുന്ന അതേ അളവിൽ കട്ട് ചെയ്ത് ഇങ്ങെടുത്തു. ഷോൾഡർ സ്ലോപ്പ് ഇടണം, അതും കൂടി ഇട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. ഞാൻ ആദ്യം പറയാതിരുന്നത് നമ്മൾ നോർമലായിട്ട് കട്ട് ചെയ്യുമ്പോൾ അതങ്ങ് കട്ട് ചെയ്ത് വരിക ചെയ്യാറ്. അതുകൊണ്ടാണ് കണ്ടോ, ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ കഴുത്ത് ഇങ്ങനെ അകന്നു പോകാതിരിക്കാൻ നമുക്ക് സഹായിക്കും. അതിന് വേണ്ടിയിട്ടാണ് അത്. അങ്ങനെ ഒരു ടിപ്പാണത്. അങ്ങനെ നമ്മൾ മോൾ ഭാഗം കുറച്ച് ഭാഗം കട്ട് ചെയ്യാതെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ
ഒരു പോർഷൻ നമ്മൾ ഫ്രണ്ട് പോർഷൻ നമ്മൾ സ്ക്വയർ നെക്കാണ് ഇതിനകത്ത് എടുത്തേക്കുന്നത്. സാധാരണ നമ്മൾ ബെറ്റിക്കോട്ടിൽ യു നെക്ക് തന്നെയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് രണ്ടും മനസ്സിലായിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇതിൽ ഒന്നിൽ സ്ക്വയറും ഒരു ബാക്ക് നെക്ക് സ്ക്വയറും ഫ്രണ്ട് നെക്ക് യു ഷേപ്പായിട്ടും കട്ട് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ നെക്കിൻ്റെ അളവ് എത്രയാണോ അതിനേക്കാളും ഒരു 1.5 ഇഞ്ച് 3 സൈഡിലേക്കും വരത്തക്ക രീതിയിൽ നീളമുള്ള ഒരു തുണി എടുത്തിട്ട് ഇതുപോലെ പിൻ ചെയ്ത് ജോയിൻ ചെയ്ത് പിടിപ്പിക്കുക. എന്നിട്ട് നമ്മുടെ ചുരിദാറിൻ്റെ നെക്കിൻ്റെ പോർഷനിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് അകലത്തിൽ അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ച് അകലത്തിൽ 1/2 ഇഞ്ച് അകലത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സ്ക്വയറായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ നെക്ക് ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ ഗുണം കൂടുതൽ പെർഫെക്റ്റായിട്ട് കിട്ടും. അല്ലാതെ നമുക്ക് ക്രോസ് പീസ് വെച്ച് കട്ട് ചെയ്ത് ചെയ്യാൻ പറ്റും, അതും ഫിനിഷായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഇതാകുമ്പോൾ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിരിക്കും എന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് കാണിച്ച് തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഷോൾഡർ ചെയ്യുന്ന സമയത്ത് ഞാൻ ക്രോസ് പീസ് വെച്ച് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നെക്ക് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് വീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അത് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എല്ലാം നല്ല അറേഞ്ച് ചെയ്ത് സെറ്റാക്കി വെച്ചതിന് ശേഷമേ ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ചതിന് ശേഷം ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. സ്റ്റിച്ച് ചെയ്തെടുത്തത് കട്ട് ചെയ്ത് ഭാഗവും എനിക്ക് വീഡിയോയിൽ കിട്ടിയില്ല, ക്ഷമിക്കണം. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തപ്പോഴാണ് ഞാനത് വീഡിയോയിൽ ഇല്ലെന്ന് കണ്ടത്, അതുകൊണ്ട് ചാടി വീഡിയോ ഓണാക്കിയത്. അപ്പോഴത്തേക്ക് ഇത്രയും കട്ട് ചെയ്ത് പോയായിരുന്നു കേട്ടോ. അതിൻ്റെ യു പോർഷൻ വരുമ്പോൾ ഞാനത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാമേ. ഇതുപോലെ അതിൻ്റെ നടുഭാഗം മാത്രം നമ്മൾ കട്ട് ചെയ്യുക. അതായത് നമ്മുടെ സ്റ്റിച്ച് ചെയ്ത പോർഷൻ്റെ ഉൾവശം മാത്രം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിനെ ഇതുപോലെ മടക്കി തിരിച്ചിട്ടിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ ഈ സ്ക്വയർ ആകുമ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ എഡ്ജ്, അതായത് കോണായിട്ട് വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് അത് നോച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കട്ട് ചെയ്യുമ്പോൾ അത് മടക്കി അടിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ അത് മടക്കി അടിക്കാൻ കുറച്ച് മടങ്ങി വരാൻ ബുദ്ധിമുട്ടാണ്. കണ്ടോ, ഇതുപോലെ ഒരു നോച്ചിട്ട് കൊടുക്കുക. അത് നമ്മുടെ ആ എഡ്ജ് വരെ വരണം, സ്റ്റിച്ചിന് അപ്പുറത്തേക്ക് കടന്നു പോകാനും പാടില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ തുണിയെ ഇപ്പം നമ്മളെടുത്തതിനെ നേരെ തിരിച്ച് വെച്ചിട്ട് അതുപോലെ ചേർത്ത് വെച്ച് അതിൻ്റെ അരികത്തൂടെ മാത്രം നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് നല്ല പെർഫെക്റ്റായിട്ട് അതവിടെ ഇരുന്നോളും. അത് ഞാൻ ടോപ്പ് സ്റ്റിച്ച് അടിച്ച് കൊടുക്കുവാണ്. നമ്മൾ നല്ല വൃത്തിക്ക് അത് അടുക്കി ചേർത്ത് വെച്ച് നമ്മൾ ശ്രദ്ധിച്ച് ആദ്യം ഒന്ന് നീഡിൽ കുത്തി പതുക്കെ അടിച്ചു പോകണം. നമ്മൾ കുറച്ച് പ്രാക്ടീസൊക്കെ ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് സ്പീഡിൽ അടിക്കാൻ പറ്റും. ആദ്യമൊക്കെ സ്പീഡിൽ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത്രയും ആവത്തില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ പിടിച്ച് വെച്ച് കെയർഫുള്ളായിട്ട് നമ്മളത് അടിച്ചെടുക്കണം. കണ്ടോ, അതുപോലെ ഒന്ന് പിടിച്ച് വെച്ച് നമ്മൾ പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ആ സ്ക്വയർ വരുന്ന ഭാഗമാകുമ്പോഴത്തേക്കും അവിടെ ഒന്ന് നീഡിൽ കുത്തി നിർത്തി പിന്നെ തുണിയെ ഒന്ന് തിരിച്ചിട്ട് വേണം നമ്മൾ ബാക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമേ അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതെ, ഇവിടെ ആ എഡ്ജിലെത്തുന്നു. ആ എഡ്ജിലെത്തി കഴിയുമ്പോൾ നമ്മൾ അവിടെ വെച്ച് നീഡിലൊന്ന് ഇതുപോലെ കുത്തി നിർത്തി കണ്ടോ, തുണി എന്നിട്ട് ഇതിലെ തിരിക്കുക. ഇങ്ങനെ തിരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. കണ്ടോ, ഈ സ്ക്വയർ ഇപ്പോൾ ഈ നെക്കൊക്കെ നമ്മൾ ചെയ്യുന്നത് ഇതിനോടൊപ്പം തന്നെ പറഞ്ഞു വിടുന്നത് എന്താണെന്ന് വെച്ചാൽ മുന്നോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീണ്ടും അത് പറഞ്ഞു തരും. എങ്കിലും അത് ഒന്നും കൂടെ കൂടുതൽ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴേ തൊട്ടത് പറഞ്ഞത്. നമ്മൾ ബെറ്റിക്കോട്ട് തയ്ക്കുന്ന സമയത്തൊക്കെ ജസ്റ്റ് ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ സിമ്പിളായിട്ട് അടിച്ച് അല്ലെങ്കിൽ മടക്കി അടിച്ച് വിടാറേ ഉള്ളൂ. ഇങ്ങനെ ആദ്യമേ തൊട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ശീലം വരുമെന്ന് പറയത്തില്ലേ, അല്ലെങ്കിൽ നമ്മൾ ആ സ്ഥിരം കാണുന്ന കാര്യം നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്തു വരും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്ത്. ഇത് നമ്മുടെ ബാക്ക് പോർഷൻ്റെ യു നെക്ക് അടിക്കുന്നതാണ്. കണ്ടോ, ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പതുക്കെ റൗണ്ടായിട്ട് കറക്കിയെടുത്ത് 1/2 ഇഞ്ച് അകലത്തിൽ നമ്മൾ ഇങ്ങനെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അതിൻ്റെ നമ്മൾ മിഡിൽ ഭാഗം ഉണ്ടല്ലോ, അതിനോട് ജോയിൻ ചെയ്യുന്നതല്ലാത്ത ബാക്കിയുണ്ട്. നമ്മൾ ആ ടിപ്പ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ വെച്ചതുകൊണ്ട് അത് നമ്മൾ കഴുത്തിങ്ങനെ അകന്നു പോകാതിരിക്കാൻ ഹെൽപ്പ് ചെയ്തു കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് തൊട്ട് നമ്മളതങ്ങ് കട്ട് ചെയ്ത് കളയുക. ബാക്കി റൗണ്ടായിട്ട് തന്നെ കട്ട് ചെയ്ത് വിടുക. കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ആ സ്റ്റിച്ച് ഇട്ടേക്കുന്നതിൻ്റെ ആ പോർഷൻ വരെ ഒരു ചെറിയ നോച്ചിട്ട് കൊടുക്കണം.
അപ്പോൾ നമുക്ക് അത് മറിച്ചിട്ട് അടിക്കാനായിട്ട് കുറച്ചും കൂടെ ഈസിയുണ്ട്. ഫാൻ ഇട്ടതുകൊണ്ടാണ് ഇടയ്ക്ക് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ എക്സ്ട്രാ കിടന്ന പോർഷനൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. ഇത് ശരിക്കും യു ആയിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്യുമായിരിക്കും ആണ് ചെയ്യേണ്ടത്. ഞാനത് എളുപ്പത്തിന് വേണ്ടി സ്ക്വയർ പീസ് തന്നെ അങ്ങ് വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് അതിനെ വീണ്ടും നമ്മൾ മടക്കി അടിച്ചു. കണ്ട, അതിൻ്റെ പോർഷനെ തിരിച്ചിട്ട് നമ്മൾ അടച്ചു. പിന്നെ നമ്മൾ ചെയ്യുന്നത് രണ്ട് ഫ്രണ്ട് പാർട്ടിൻ്റെയും ബാക്ക് പാർട്ടിൻ്റെയും ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യണം. അതിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് നമ്മളത് ജോയിൻ ചെയ്യുക. ആ ഷോൾഡർ നമ്മൾ കുഞ്ഞുടുപ്പ് തയ്ച്ചപ്പോൾ ഷോൾഡർ ഒളിച്ചടിക്കുന്ന ഒരു രീതി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഞാനത് ചെയ്തിട്ടില്ല. അത് ഉള്ളവർ അത് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒളിച്ചടിക്കാനായിട്ട് കൂടുതൽ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്കിനി ചെയ്യേണ്ട ആം ഹോൾ. ഇത് നമ്മൾ ബെറ്റിക്കോട്ടാണല്ലോ, അപ്പോൾ സ്ലീവ് വെക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ പോർഷൻ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ക്രോസ് പീസ് കട്ട് ചെയ്യണം. ഈ ക്രോസ് പീസ് കട്ട് ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് തുണി ഇങ്ങനെ വലിഞ്ഞിങ്ങ് വരാൻ എളുപ്പമുണ്ടാവും. നേരെയുള്ള തുണിയേക്കാളും വലിഞ്ഞ് വരുമ്പോൾ അപ്പോൾ നമുക്ക് അടിക്കുമ്പോൾ കുറച്ചും കൂടി ഈസിയാവും. അതിനാണ് ഇങ്ങനെ ക്രോസ് ആയിട്ടുള്ള കോണായിട്ടുള്ള പീസ് എടുക്കണം. അപ്പോൾ അതിൻ്റെ തുണി ഇങ്ങനെ വലിഞ്ഞ് വരുന്നതിന് നമുക്ക് സഹായം. അതിനെ ഞാൻ 1 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസുകൾ മുറിച്ചെടുക്കുവാണ്. എന്നിട്ട് അത് തമ്മിൽ ജോയിൻ ചെയ്യേണ്ടതിന് ഒരു രീതിയുണ്ട്, അത് കാണിച്ചു തരാം. കണ്ടോ, ഇതിൻ്റെ ഒരു കോൺ ഇങ്ങോട്ടാണെങ്കിൽ അടുത്ത തുണിയുടെ കോണ് അങ്ങോട്ട് വരണം. എന്നിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യണത്. ഇടയ്ക്ക് മൊബൈലിൻ്റെ സൗണ്ട് വന്നതാണ് കേട്ടോ. ഇങ്ങനെ ജോയിൻ ചെയ്യണം. ഒന്നോടെ കാണിച്ചു തരാം. അപ്പോൾ തിരിച്ചു വയ്ക്കുമ്പോൾ കണ്ടോ, നേരെ വരും, സ്ട്രെയിറ്റ് ആയിട്ട് വരും. ഒന്നും കൂടെ കാണിച്ചു തരാം. ഇവിടെ ഒരു പീസ് എടുത്തു, അതിൻ്റെ കോൺ അങ്ങോട്ടാണെങ്കിൽ അടുത്തതിൻ്റെ പീസ് കോണ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെക്കും. കണ്ടോ, അപ്പോൾ അത് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് വെക്കുമ്പോൾ കണ്ടോ സ്ട്രെയിറ്റ് ആയിട്ട് വന്നത്. ഇങ്ങനെയാണ് ക്രോസ് പീസ് കട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് അപ്പോൾ ഞാൻ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തത് ഞാൻ ജോയിൻ ചെയ്യുവാണ്. അതങ്ങനെ നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ട് ഷോൾഡറിലേക്ക് പിടിപ്പിക്കണം. അതിന് ഈ ക്രോസ് പീസിൻ്റെയും നമ്മുടെ തുണിയുടെയും നല്ല വശവും കൂടെ ചേർത്ത് വെക്കണം. എന്നിട്ട് എഡ്ജുകൾ തമ്മിൽ ഫസ്റ്റ് ജോയിൻ ചെയ്യണം. എന്നിട്ട് ഇത് ഇതുപോലെ മടക്കിയെടുത്ത് തിരിച്ചടിക്കുക. നമ്മുടെ നെക്ക് ചെയ്തില്ലേ, സെയിം അത് തന്നെ. അത് ജോയിൻ ചെയ്തു. എന്നിട്ട് ഞാൻ തിരിച്ചിട്ട് അടിക്കുവാണ് കേട്ടോ. കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതിയേ. കാരണം ഉണ്ണിക്കുട്ടനുള്ളത് കൊണ്ട് ഇടയ്ക്ക് ചില വീഡിയോസിൽ ചില പോർഷന് കിട്ടാതെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ ചോദിച്ച് ക്ലിയർ ചെയ്ത് പോകണം. അപ്പോൾ നിങ്ങൾക്ക് അത് പിന്നീട് എളുപ്പമുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളതിനെ തിരിച്ച് വെച്ച പോർഷന് അതിൻ്റെ എഡ്ജിൽ കൂടെ നമ്മൾ ചേർത്ത് വെച്ച്, അതായത് നമ്മളിത് ബോർഡർ പൈപ്പിംഗ് വെക്കാനും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മളത് കുഞ്ഞുടുപ്പ് തയ്ച്ച കൂട്ടത്തിൽ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അത് ഓർമ്മയുള്ളവർ അത് വെച്ചിട്ട് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം തന്നെ ചോദിച്ചോണം. അത് ക്ലാരിഫൈ ചെയ്ത് പോയാൽ പിന്നീട് നമുക്ക് ഡൗട്ട് ഉണ്ടാവത്തില്ല കേട്ടോ. അത് പിടിച്ച് വെച്ച് വൃത്തിയായിട്ട് അടിക്കണം. പിന്നെ തുണി ഒരിക്കലും വലിച്ച് പിടിച്ചടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ വലിച്ച് പിടിച്ചടിച്ചാൽ ചുളുങ്ങി വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ ആം ഹോളിൻ്റെ പോർഷൻ നമ്മൾ അടിച്ചു, ബോർഡർ പൈപ്പിംഗ് വെച്ചു. അതിന് കഴിഞ്ഞിട്ട് നമ്മൾ എന്നാ ചെയ്യേണ്ടത്, ചെസ്റ്റിൻ്റെ നമ്മുടെ അളവ് എത്രയാണോ അത് ജസ്റ്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളിനി അത് സ്റ്റിച്ച് ചെയ്യുക, ഇത് ജോയിൻ ചെയ്യണമല്ലോ അതിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ വേസ്റ്റ് റൗണ്ടും മിഡ് വേസ്റ്റ് റൗണ്ടിൻ്റെ അളവുകൾ എത്രയാണോ അതും നമ്മൾ ജസ്റ്റ് ഒന്ന് അളവ് മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് തമ്മിൽ പരസ്പരം ജോയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമുണ്ടാവും. അതുപോലെ ആം റൗണ്ടും കൂടെ നോക്കണം. ആം റൗണ്ട് എത്രയാണോ അതിൻ്റെ പോർഷൻ, അതിൻ്റെ പകുതി, അതായത് ഇപ്പോൾ 16 ആണെങ്കിൽ 8, ആ രീതിയിൽ നമ്മൾ ആം റൗണ്ട് എടുത്ത് നോക്കിയിട്ട് അതും മാർക്ക് ചെയ്തിട്ട് അതെല്ലാം കൂടെ നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തയ്ക്കുമ്പം സ്റ്റിച്ച് ചെയ്തങ്ങ് പോകുമ്പോൾ അത് എളുപ്പമുണ്ടാകും. അപ്പോൾ അത് തന്നെയല്ല, അതാണ് അങ്ങനെ ചെയ്താലേ അത് കറക്റ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കുറച്ച് കൊച്ചുകുട്ടികളുടെ കേസിൽ കുഴപ്പമില്ല, വലിയവരുടെ കാര്യങ്ങൾ ആകുമ്പോഴത്തേക്കും നമുക്കത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യമേ തൊട്ടേ നമ്മളിങ്ങനെ ചെയ്ത് പഠിച്ചാൽ പിന്നെ നമ്മളതങ്ങ് ഫോളോ ചെയ്ത് പോരും. അതുകൊണ്ടാണ് ഞാൻ ഈവൻ ബെറ്റിക്കോട്ടാണെങ്കിൽ പോലും അത് അങ്ങനെ തന്നെ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് പരസ്പരം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി പാർട്ടായി. കണ്ടോ, ഇതുപോലെ അത് തമ്മിൽ ജോയിൻ ചെയ്തെടുത്തു. രണ്ട് സൈഡും അതുപോലെ ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ അളവുകൾ ചിലപ്പോൾ തെറ്റ് വരും. അതുകൊണ്ടാണ് അത് അങ്ങനെ വരച്ചിട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കേർട്ട് പോർഷനിലേക്ക് പോവുകയാണ്. സ്കേർട്ട് പോർഷനിൽ നമുക്ക് തുണിയുടെ ഇങ്ങനെ വീതി ഭാഗം എടുക്കുക. ആ വീതി ഭാഗത്തിൻ്റെ അവിടെ ചെറിയ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കണം.
പ്ലേറ്റ്സ് ഇടേണ്ട രീതി എങ്ങനെയാണെന്ന് ഞാൻ തിയറി ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഒരു സ്ക്രൂ ഡ്രൈവറോ ചെറിയ എന്തെങ്കിലും ഒരു സ്ക്രൂ ഡ്രൈവർ പോലത്തെ സാധനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇങ്ങനെ മടക്കി ഓരോരോ പിടിച്ച് പതുക്കെ മടക്കി കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ടാവും. അങ്ങനെ മടക്കി കൊടുക്കുക. ഓരോരോതും പതുക്കെ അടിക്കണം. സ്പീഡിൽ അടിക്കാൻ കുറച്ചും കൂടെയൊക്കെ നമ്മൾ പരിചയമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പടപടയെന്ന് അടിക്കും. കണ്ടോ, ഇതുപോലെ നമുക്ക് പ്ലീറ്റ്സ് കിട്ടി. ഇപ്പോൾ ഇത് ബെറ്റിക്കോട്ടിനായതുകൊണ്ട് ഒരുപാട് പ്ലീറ്റ്സിൻ്റെ ആവശ്യമില്ല. നമുക്ക് അവിടെ എവിടെയൊക്കെ ആയിട്ട് കുറച്ച് പ്ലീറ്റ്സുകൾ മാത്രം മതി. അപ്പോൾ ഇതങ്ങനെയാണ് പ്ലീറ്റ്സ് എടുത്തേക്കുന്നത്. ഇനി നമ്മളിത് തമ്മിൽ ജോയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും കൂടെ ശ്രദ്ധിച്ച് കാണണേ. ബോഡി പാർട്ട് ഇങ്ങനെ നമ്മൾ എടുത്തു വെച്ചു. സ്കേർട്ട് പാർട്ടിനെ നമ്മൾ ഒന്ന് വിരിച്ച് വെക്കണം. കണ്ടോ, ഇങ്ങനെ വിരിച്ച് വെച്ചതിന് ശേഷം ആ ബോഡി പാർട്ടിനെ സ്കേർട്ട് പാർട്ടിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ കയറ്റി വെക്കണം. കണ്ടോ, ബോഡി പാർട്ട് ഇങ്ങനെ വിരിച്ച് മടക്കി എടുത്തിട്ട് സ്കേർട്ട് പാർട്ട് ഇങ്ങനെ വിരിച്ച് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ബോഡി പാർട്ടിനെ ഇങ്ങനെ അങ്ങ് കയറ്റി വയ്ക്കാം. എന്നിട്ട് ആ സ്കേർട്ടിൻ്റെ അടിഭാഗത്തുനിന്ന് നമ്മൾ തിരിച്ചു പിടിക്കും. കണ്ടത്, ഇങ്ങനെ അടിയിൽ നിന്ന് നമ്മൾ ഇതിങ്ങ് എടുത്ത് കഴിഞ്ഞാൽ കണ്ടോ, ആ ബോഡി ഭാഗത്തിൻ്റെ എഡ്ജ് കിട്ടിയത് കണ്ടോ. അപ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ എഡ്ജും ഇതും കൂടെ, അപ്പോൾ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ സ്കേർട്ടിൻ്റെ നല്ല വശവും കൂടെ ജോയിൻ ചെയ്ത് വന്നു. കണ്ടോ, നല്ല വശവും കൂടെ ജോയിൻ ചെയ്ത് വരും. അവിടെ നമ്മൾ പരസ്പരം സ്റ്റിച്ച് ചെയ്യണം, എങ്കിലേ അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ചോദിക്കണം കേട്ടോ. എങ്കിലേ അത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ക്ലിയർ ചെയ്ത് പറഞ്ഞു തരാം. അതേപ്പറ്റിയേ ഒന്നുകൂടെ വേണമെങ്കിൽ കാണിച്ചു തരാം. ബോഡി പാർട്ടിനെ നമ്മൾ ഇങ്ങനെ ഉള്ളിലോട്ട് കയറ്റി വെച്ചേക്കുവാണ്. ആ കയറ്റി വെച്ചേക്കണമെങ്കിൽ തിരിച്ചെടുക്കുമ്പോൾ കണ്ടോ, നമ്മുടെ നല്ല വശവും കൂടെ ജോയിൻ ചെയ്ത് വരണം. ഈ രീതിയിൽ എടുത്തിട്ട് അത് തമ്മിൽ പരസ്പരം അങ്ങ് റൗണ്ടിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവുക. അത്രേ ഉള്ളൂ. ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ പ്ലേറ്റ്സ് എടുത്ത ഭാഗത്തോട് ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് സ്റ്റിച്ച് അടിച്ച് പോവുക. അതടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും കൂടെ കഴിഞ്ഞു, നമ്മുടെ തയ്യൽ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബെറ്റിക്കോട്ട്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. മനസ്സിലായില്ലേ?